കണ്ണൂർ വളപട്ടണത്തെ അരിമത്ത വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നടന്ന വൻ മോഷണത്തിലെ പ്രതിയെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടാനായത് കേരള പോലീസിന്റെ മികച്ച അന്വേഷണത്തിനും സാമർത്ഥ്യത്തിനും പൊൻതൂവലായി. 1 കോടി രൂപയും 300 പവനും കവർന്ന കേസിലെ പ്രതിയും അഷ്റഫിന്റെ അയൽക്കാരനുമായ മുൻ പ്രവാസി ലിജീഷിനെയാണ് വളപട്ടണം പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്തത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ തൊണ്ടി മുതലും മുഖം മറച്ച നിലയിൽ പ്രതിയെയും പോലീസ് ഹാജരാക്കി. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ കാര്യങ്ങൾ വിശദീകരിച്ചു. കവർച്ച ചെയ്ത പണവും ആഭരണങ്ങളും ഇയാളുടെ വീട്ടിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. 1,21,43,000 രൂപയും 267 പവൻ സ്വർണവുമാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു. റിക്കവറിയുടെ ഭാഗമായിട്ട് ഇയാൾ ഈ സാധനം മോഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ വെച്ചിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ കട്ടിൽ പ്രത്യേകമായിട്ട് മോഡിഫൈ ചെയ്തിട്ട് പ്രത്യേകമായിട്ടൊരു ക്ലോസറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ വളരെ നന്നായിട്ട് ഈ എല്ലാം സാധനങ്ങൾ സൂക്ഷിച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്തിരുന്നു. അദ്ദേഹം ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ്. സോ അദ്ദേഹത്തെ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. ഈ ജനൽ എങ്ങനെ എടുക്കണം, പിന്നെ ഈ വെൽഡിംഗ് സീലിങ്ങിൻ്റെ കാര്യം എങ്ങനെ ചെയ്യണം, വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമുക്ക് നോക്കുമ്പോൾ കുറേ ടൂൾസ് അടക്കമെല്ലാം ഉണ്ട്. സോ അദ്ദേഹം ഈ സാധനമെല്ലാം ഇയാൾ നമുക്ക് കാണിച്ചിട്ട് കൊടുത്തു. ഞങ്ങൾ റിക്കവറി നടത്തി. റിക്കവറിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു 1.21 crores എക്സാക്ട്ലി പറഞ്ഞാൽ 1,21,43,000 rupees ക്യാഷ് റിക്കവർ ചെയ്തിട്ടുണ്ട്. 267 പൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ ഞങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രാമിൽ പറഞ്ഞാൽ 2136 ഗ്രാം ഓഫ് ഗോൾഡ്. അഷറഫും കുടുംബവും വീട് പൂട്ടി മധുരയിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴായിരുന്നു കവർച്ച. കേസുമായി ബന്ധപ്പെട്ട് 215 പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. കോഴിക്കോട് മുതൽ മംഗളൂരു വരെയുള്ള മൊബൈൽ ടവറുകൾ പരിശോധിച്ചു. 35 ലോഡ്ജുകളും പരിശോധിച്ചു. CCTV പരിശോധനയിലാണ് പ്രതിയെ പിടികൂടാനായതെന്ന് കമ്മീഷണർ പറഞ്ഞു. കഴിഞ്ഞ വർഷം കണ്ണൂർ കീച്ചേരിയിൽ നടന്ന മോഷണത്തിലും ലിജീഷ് പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തി. അന്ന് പ്രതിയെ പോലീസിന് പിടികൂടാനായില്ല. ഈ തവണ മോഷണം നടത്തിയപ്പോൾ പതിഞ്ഞ വിരലടയാളമാണ് ലിജീഷിനെ കുടുക്കിയത്. കീച്ചേരിയിൽ മോഷണം നടന്നപ്പോൾ പോലീസിന് ലഭിച്ച വിരലടയാളവും വളപട്ടണത്തിൽ നിന്നും ലഭിച്ച വിരലടയാളവും ഒരാളുടേതാണെന്ന് തെളിഞ്ഞതോടെയാണ് രണ്ടിനും പിന്നിൽ ലിജീഷാണെന്ന് വ്യക്തമായത്. ഇതിനിടെ ലിജീഷ് മോഷണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. പണവും സ്വർണവും പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തു. വെൽഡിംഗ് തൊഴിലാളിയാണ് ലിജീഷ്. കഴിഞ്ഞ മാസം 20-ന് അരി വ്യാപാരിയായ അഷറഫിന്റെ വീട്ടിൽ മോഷണം നടന്നത്. 1 കോടി രൂപയും 300 പവനും ആണ് കിടപ്പുമുറിയിലെ ലോക്കർ തകർത്ത് മോഷ്ടിച്ചത്. മോഷണം നടന്നതിന് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പരിശോധനയ്ക്കിടെ പോലീസ് നായ മണം പിടിച്ചു പോയത് പ്രതിയുടെ വീടിന്റെ മുന്നിലൂടെയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി അഷറഫിന്റെ അയൽവാസിയായ ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. അഷറഫിന്റെ വിവരങ്ങളെല്ലാം അറിയുന്ന വീടുമായി അടുത്ത ബന്ധമുള്ളയാളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ആദ്യം മുതലേ സംശയിച്ചിരുന്നു. 3 മാസം മുമ്പ് ഗൾഫിൽ പോയി തിരിച്ചു വന്ന രജീഷ് വളപട്ടണത്തെ വീട്ടിലെ ജനൽ ഇളക്കിയാണ് മോഷണം നടത്തിയത്. കഴിഞ്ഞ വർഷം കീച്ചേരിയിൽ മോഷണം നടത്തിയതും ജനൽ ഗ്രിൽ ഇളക്കിയായിരുന്നു. കീച്ചേരിയിൽ നിന്ന് 4.5 ലക്ഷം രൂപയും 11.5 പവൻ സ്വർണവുമാണ് ലിജീഷ് കവർന്നത്. വളപട്ടണത്തെ മോഷണ കേസിൽ ലിജീഷ് പിടിയിലായതിന്റെ ആശ്ചര്യത്തിലാണ് നാട്ടുകാർ. കണ്ടാൽ സാധുവായ ആരുമായും പ്രശ്നത്തിന് പോകാതെ ഒരാൾ ഇത്ര വലിയ മോഷണ കേസിൽ അറസ്റ്റിലായതിന്റെ ആശ്ചര്യമുണ്ടെന്നും അടുത്തറിയുന്നവർക്ക് ചിലപ്പോൾ അയാളുടെ യഥാർത്ഥ സ്വഭാവം അറിയുമായിരുന്നിരിക്കാമെന്നും നാട്ടുകാർ പറഞ്ഞു. സ്വന്തം വീട്ടിനുള്ളിലെ കട്ടിലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കി അതിനുള്ളിലാണ് ലിജീഷ് 300 പവനും പണവും സൂക്ഷിച്ചത്. വെൽഡിംഗ് തൊഴിലാളിയായ ലിജീഷ് കട്ടിലിനടിയിൽ ലോക്കർ ഉണ്ടാക്കുകയായിരുന്നു. അഷറഫിന്റെ വീട്ടിൽ മോഷണം നടത്തിയതിനു ശേഷം 2ാം ദിനം വീണ്ടും ലിജീഷ് എത്തിയത് സ്വർണവും ബാക്കിയുള്ള പണവും എടുക്കാനായിരുന്നുവെന്നും പോലീസിന് മൊഴി നൽകി. ലിജീഷിനെ പിടികൂടിയതിന് പിന്നാലെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ലഡു വിതരണം ചെയ്താണ് പോലീസുകാർ ആഘോഷിച്ചത്. ഇത്രയും വലിയ മോഷണ കേസിലെ പ്രതിയെ തൊണ്ടി മുതൽ സഹിതം പിടികൂടാനായതിന്റെ ആശ്വാസത്തിലാണ് പോലീസും നാട്ടുകാരും. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.